റബ്ബർ ഷീറ്റ് മോഷണം പതിവായതോടെ CCTV സ്ഥാപിച്ചു. പക്ഷേ എന്നിട്ടും ഒരു കർഷകനും രക്ഷയില്ല എന്നാണ് നിലവിലെ കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത്. പുതച്ചു മൂടിയെത്തി മോഷണം നടത്തി പുല്ലുപോലെ പോയിരിക്കുന്നുണ്ട് കള്ളൻ. മലപ്പുറം കാളികാവ് കറുത്തേനിയിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഈ കള്ളൻ പുലിയാണ്. റബ്ബർ ഷീറ്റ് മോഷണം പോകൽ പതിവായപ്പോഴാണ് കർഷകൻ CCTV സ്ഥാപിച്ചത്. എന്നാൽ ഇതറിഞ്ഞ കള്ളൻ പിന്നീട് പുതപ്പുമൂടി വീണ്ടും എത്തി. റബ്ബർ ഷീറ്റ് വീണ്ടും അടിച്ചു മാറ്റി. കറുത്തേനി പൂളക്കുന്നിലെ പരപ്പൻ ഉസ്മാന്റെ വീട്ടിലാണ് മൂന്നാം തവണയും മോഷണം നടന്നത്. നേരത്തെ 2 തവണയും ഉസ്മാന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയിരുന്നു. ഇതിനുശേഷമാണ് CCTV സ്ഥാപിച്ചത്. ഫസ്റ്റില് നമ്മളെ റൂമിൽ കുറച്ച് സീറ്റ് ഉണ്ടായിരുന്നു. അത് വന്ന് അവര് മുളകും പൊട്ടിട്ട് എത്ര സീറ്റാ കൊണ്ടുപോയതെന്ന് അറിയില്ല. പിന്നെ 8ാമത്തെ ദിവസം പുറപ്പേരിന്ന് 45 സീറ്റ് പോയി, 45 സീറ്റ് പോയി. 8 മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ 28 സീറ്റ് പോയത്. 3 പ്രാവശ്യമായി 100ലേറെ ഷീറ്റുകൾ മോഷണം പോയിട്ടുണ്ട്. കറുത്തേനി, വൈക്കോലങ്ങാടി, പൂളക്കുന്ന് ഭാഗങ്ങളിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 30ഓളം റബ്ബർ ഷീറ്റ് മോഷണം പോയിട്ടുണ്ട്. മോഷണത്തിന് ശേഷം എല്ലായിടത്തും മുളകുപൊടി വിതറിയാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ പ്രദേശത്ത് 3 വീടുകളിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറും മോഷണം പോയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് വണ്ടൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുൺ അമർനാഥാണ് നമുക്കിപ്പം ഉള്ളത്. അരുൺ, ഈ കള്ളന്മാരെ കൊണ്ട് ഒരു രക്ഷയുമില്ലല്ലോ. മാത്രമല്ല നമ്മൾ ആ CCTV ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഓരോ തരത്തിലും ഒരു പിടിയും തരാത്ത രീതിയിലാണ് ഈ കള്ളൻ വന്ന ആ റബ്ബർ ഷീറ്റൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ നിലവിൽ ഈ സംഭവത്തിൽ എന്തെങ്കിലും അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ തന്നെ ഈ വിചിത്ര കള്ളന്മാരെ പറ്റിയ ഒരു പരമ്പരയൊക്കെ ചെയ്തിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. അതിലേക്ക് ഒരു ഉദാഹരണം കൂടിയായാണ് ഈ മലപ്പുറം കാളികാവ് കറുതേനിയിലെ ഈ ഒരു സംഭവം കൂടി വരുന്നത്. നമുക്കറിയാം, ഈ കർഷകരൊക്കെ, റബ്ബർ കർഷകരൊക്കെ അത്രയും പ്രതിസന്ധിയിലുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെയാണ് ഈ റബ്ബർ ഷീറ്റ് മോഷണം പതിവായതോടെ ഗതികെട്ടാണ് ഈ ഉസ്മാൻ എന്ന കർഷകൻ ഇവിടെ CCTV സ്ഥാപിക്കുന്നത്. അതോടുകൂടിയെങ്കിലും പരിഹാരം ഉണ്ടാകുന്നത്. പക്ഷേ കള്ളൻ അതിനും അപ്പുറത്തെ ലെവലിലേക്ക് കടന്ന് മൂടി പുതച്ചെത്തിയിരിക്കുകയാണ്. മൂടി പുതച്ച് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മുഖമാകെ ഒരു പുതപ്പിട്ട് മൂടിയാണ് വീണ്ടും മോഷണം നടത്തിയിരിക്കുന്നത്. ഇതോടെ ഇനിയും എന്ത് ചെയ്യണമെന്നുള്ള ഒരു പ്ലാൻ ബി കർഷകന്റെ കയ്യിലില്ല. കാരണം ആകെ പ്രതിസന്ധിയിലാണ്. അതിൻ്റെ ഇടയിലാണ് ഈ മോഷണം കൂടി നടക്കുന്നത്. CCTV സ്ഥാപിച്ചു, എന്നിട്ടും രക്ഷയില്ലാത്ത അവസ്ഥയിലാണ്. ഈ കള്ളന്റെ ആ ഒരു ചിന്താഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ പറഞ്ഞു നമ്മൾ ഒരു കൗതുകരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കർഷകന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. ഒപ്പം തന്നെ കള്ളൻ വീണ്ടും വീണ്ടും ഈ പ്രദേശത്ത് ഇതിൽ കൂടുതൽ കള്ളന്മാരുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. കാരണം പ്രദേശത്താകെ ഈ റബ്ബർ ഷീറ്റ് മോഷണം ഉൾപ്പെടെ വ്യാപകമാണ്. ഒപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ള അത്തരം മോഷണങ്ങൾ പതിവായിക്കൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ. അങ്ങനെ നാട്ടുകാരെന്തായാലും പൊറുതി മുട്ടിയിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകി. വണ്ടൂർ പോലീസ് എന്തായാലും ഊർജിതമായി ഈ CCTV ദൃശ്യങ്ങളുടെ ഉൾപ്പെടെ അടിസ്ഥാനത്തിൽ ഊർജിതമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഈ മൂടിപ്പുതച്ച കള്ളനെ പുറത്തു കൊണ്ടുവരാൻ പറ്റട്ടെ എന്നൊരു പ്രതീക്ഷയാണ് നാട്ടുകാർക്ക് എന്തായാലും ഉള്ളത്. കർഷകരുടെ ഒരു ശരി അരുൺ, എന്താണെങ്കിലും ആ കള്ളനെ എത്രയും വേഗം പുറത്തു കൊണ്ടുവരാൻ കഴിയട്ടെ.